ഹായ്, വെൽക്കം ടു Homelycook. ഞാനിന്ന് നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീനച്ചാറ് ചെയ്യുന്നതെന്ന് നോക്കാം. മീനച്ചാറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കേരമീനാണ്. മീനച്ചാറ് ചെയ്യാൻ കേര അല്ലെങ്കിൽ ചൂരയാകുമ്പോൾ വെള്ളച്ചൂര എടുക്കുക. പിന്നെ മോത, ഇതുപോലുള്ള മീനാണ് എടുക്കുന്നത്. ഇതുപോലത്തെ ദശക്കട്ടിയുള്ള മീൻ എടുക്കുകയാണെങ്കിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് മുറുക്കം വരും. അപ്പോൾ ഇത് നമ്മൾ അച്ചാർ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതുപോലുള്ള മീൻ എടുക്കുന്നതായിരിക്കും അച്ചാറിന് ഏറ്റവും നല്ലത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് അതിലേക്ക് മീനിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് മീൻ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളിയൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കുടംപുളിയാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ പുളിയൊന്ന് നന്നായിട്ട് ഇറങ്ങി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് അങ്ങ് കേടായി പോവും. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പിലും ഒരല്പം താഴെയാണ്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് എനിക്കിതിൻ്റെ എണ്ണം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കപ്പളവ് കാണിച്ചത്. അതുപോലെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വേണം. ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്താൽ മതി, പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലെണ്ണയിലാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ തന്നെ ചെയ്താൽ മതി. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് വേണം ഉലുവ ചേർക്കാൻ. ഉലുവ പൊട്ടി കിട്ടണമെങ്കിൽ കുറച്ച് ചൂട് കൂടുതൽ വേണം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടുകയും വേണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളകും ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളകാണ് എടുക്കുന്നതെങ്കിൽ എരിവനുസരിച്ച് ഒരു 6-7 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കാന്താരി മുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുറിച്ചിട്ടിട്ടില്ല. ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് പൊട്ടും. അപ്പോൾ പച്ചമുളകാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ അങ്ങോട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് മുറിച്ചിട്ടാലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടങ്ങ് ഒന്ന് ചൂടായി വരണം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇത്ര വെള്ളം മതിയാവില്ല, കുറച്ചുകൂടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആവശ്യമുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ മുകളിൽ ഒരല്പം മുകളിൽ നിൽക്കുന്നത് പോലെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടുകൊന്ന് ചൂടാക്കുക. ചൂടാകുമ്പോൾ തന്നെ കടുകൊന്ന് പൊട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ അളവ് അച്ചാറിൻ്റെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വരെ ആകാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് 1 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാറിൻ്റെ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് വിനാഗിരി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കുറച്ച് പുളി മുമ്പിൽ നിൽക്കണം. ഇത് അച്ചാർ കുറുകി വരുന്ന സമയത്ത് മീനിലേക്ക് പുളിയെല്ലാം പിടിച്ചിട്ട് കറക്റ്റ് പുളിയായി വരും. ഈ ഒരു അച്ചാറിലേക്ക് ഇത്രയും വെള്ളം ആവശ്യമുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് കുറുകി പാകത്തിന് ചാറായിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഇത്രയും വെള്ളം വേണ്ടാന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ആ തിളപ്പിച്ചൊഴിക്കുന്ന വെള്ളം കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ദിവസം ഉപയോഗിക്കാനാണ് ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ചത്തേക്കൊക്കെയാണെങ്കിൽ നമുക്ക് വെളിയിൽ വെച്ച് യൂസ് ചെയ്താൽ മതി. മീനച്ചാറിലേക്ക് മിക്കവരും പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി മാത്രമാണ് ചേർക്കാറ്. ഞാനിതുപോലെ കുടംപുളി കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.